أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ അബ്ദുൽ അസീസ് ബലീല സംസാരിച്ചതായ വിഷയം ഹാജിമാരോടുള്ളതായ പ്രത്യേക ഉപദേശങ്ങളും നസീഹത്തുകളും ഹജ്ജ് സീസണിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചുമായിരുന്നു. മൊത്തത്തിൽ ഹാജിമാര് കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ വിളി അനുസരിച്ച് വിശുദ്ധ ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ദിവസങ്ങളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഖുതുബ ആരംഭിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഫർളാക്കിയതായ ഇബാദത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ളതായ ഇബാദത്താണ് ഹജ്ജ്. അള്ളാഹു വിശുദ്ധ ഫുർഖാൻ അളീമിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞതായ, ഹജ്ജിനെ കുറിച്ച് കൽപ്പന ഇറക്കിയതായ, പുറപ്പെടുവിച്ചതായ ആയത്തിൽ ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ അള്ളാഹുവിൻ്റെ ആ കലാമിനെ വിശദീകരിച്ചു കൊണ്ടായിരുന്നു സംസാരം ആരംഭിച്ചത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹീം. അവസാനമായിട്ട് അള്ളാഹു പറയുകയാണ്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ജനങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അള്ളാഹുവിന് വേണ്ടി സാധിക്കുമെങ്കിൽ ഹജ്ജ് നിർവഹിക്കുക എന്നത്. ആ കൽപ്പനയെ ആസ്പദമാക്കി അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഹജ്ജിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞതായ, നാം സാധാരണ കേൾക്കാറുള്ളതായ ആ ഭാഗം അദ്ദേഹം ഉണർത്തുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതനുസരിച്ച് കൽപ്പന അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് വിളിക്കാൻ വേണ്ടി ഇബ്രാഹിമിന് വരികയും ഇബ്രാഹിം അലൈഹിസ്സലാം വിളിക്കുകയും അള്ളാഹു ഉദ്ദേശിച്ച ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ച, ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചതായ അവൻ്റെ അടിമകൾക്ക് അത് കേൾപ്പിക്കുന്ന ബാധ്യത അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ കൊല്ലത്തോട് കൊല്ലം ഓരോ കൊല്ലങ്ങളിലും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വിശുദ്ധ ഭൂമിയിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ വരുന്നതായ കാഴ്ച പണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചതായ ഭാഗമാണ്. അതെ, 1-2 വർഷം കോവിഡിന്റെ യുഗത്തിൽ അല്പം കുറവായിരുന്നു. ഹജ്ജ് സംഭവിച്ചിട്ടുണ്ട്, ഹജ്ജ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹാജിമാര് ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ടും വരിക എന്നത് സംഭവിച്ചിട്ടില്ല. എങ്കിലും അതിനുശേഷമായി ആദ്യമായി നടക്കുന്നതായ ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ടും ഹാജിമാര് വരുന്നതായ ഹജ്ജാണല്ലോ ഈ ഹജ്ജ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി 1 മില്യണോളം ഹാജിമാർ ഇവിടെ അകത്തിൽ നിന്നിട്ടും പുറത്തുനിന്നുമായി ഹജ്ജിന് വേണ്ടി ഈ വർഷം വരുമെന്നാണ് തീരുമാനം. ഏതായാലും മക്ക, അതിന്റെ പരിസരം, മശായിർ മുഴുവനും നിറഞ്ഞു കിടക്കുകയാണ് ഹാജിമാരിലൂടെ. ഈ വിശുദ്ധ സൽക്കർമ്മം അല്ലാഹു സുബ്ഹാനഹു തആല അതിന് വാഗ്ദാനം ചെയ്തത് മറ്റു അമലുകളെ പോലെയല്ല, ഏത് നിലക്കും മറ്റു അമലുകളെ പോലെയല്ല. മറ്റു അമലുകളിൽ ഇല്ലാത്ത പ്രത്യേകത ഹജ്ജിനുണ്ട്. അതിൽപ്പെട്ടതാണ് മറ്റു അമലുകളിൽ നിന്നിട്ട് പലതും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഹജ്ജിൽ നമസ്കാരമുണ്ട്, ഹജ്ജിൽ സദഖയുണ്ട്, ഹജ്ജിൽ പ്രയാസപ്പെടലുണ്ട്, നോമ്പിലുള്ളതായ പ്രയാസം ഹജ്ജിലുണ്ട്, സദഖയിലുള്ള ധർമ്മത്തിലുള്ള പ്രയാസം ഹജ്ജിലുണ്ട്, ചെലവഴിക്കുക എന്നത് ഹജ്ജിലുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിലുള്ള പല പല നല്ല നല്ല ഇസ്ലാം കൽപ്പിച്ചതും മുസ്ലിങ്ങൾ നടപ്പാക്കുന്നതുമായ പല പല പ്രത്യേകതകളും ഹജ്ജ് എന്നത് ഇബാദത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേൾക്കാൻ പോകുന്നത് പോലെ അപ്രകാരം തന്നെ ഈ വിശുദ്ധ ഹജ്ജ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റു അമലുകളെ പോലെയല്ല. ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വീകാര്യമായ ഹജ്ജാണ് ചെയ്യുന്നതെങ്കിൽ, മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ്
റജഅ കയൗമി വലദതുഹു ഉമ്മുഹു എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിലൂടെ പണ്ട് തന്നെ നാം കേൾക്കുന്നതും നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നതുമായതായ ഭാഗം. ഒരാൾ ഹജ്ജ് ചെയ്യുകയും ആ ഹജ്ജിലൂടെ അവൻ ഇസ്ലാം വിരോധിച്ചതായ ഒന്നും തന്നെ ചെയ്യാതെ, റഫത്തും ചെയ്തിട്ടില്ല, ഫുസൂഖും ചെയ്തിട്ടില്ല, അഥവാ ഭാര്യയുമായിട്ടുള്ള സമ്പർക്കമാവട്ടെ, ശഹവത്തുമായതായ വികാരമായിട്ടുള്ളതായ ഏത് രൂപത്തിലുള്ളതായ സമീപനമാവട്ടെ, അപ്രകാരം തന്നെ ഫിസ്ക് തീരെ സംഭവിച്ചിട്ടേ ഇല്ല, അനിസ്ലാമികമായ ഒന്നും തന്നെ ചെയ്യാതെ അതൊക്കെ വിട്ടുനിന്നുകൊണ്ട് ആ ഹജ്ജ് ഒരാള് മബ്രൂറായ സ്വീകാര്യമായ ഹജ്ജ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ജനിച്ച കുട്ടിയെപ്പോലെയായിരിക്കും അവൻ മടങ്ങുക എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത്. കയൗമി വലദതുഹു ഉമ്മുഹു, ജനിക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾക്ക് യാതൊരു ദോഷവും പാപവുമില്ലാത്ത നിരപരാധികളായ കുട്ടികളാണല്ലോ, ആ രൂപത്തിലായിരിക്കും ഹാജിമാര് മടങ്ങുക എന്നതാണ്. അതെ, ഇങ്ങനെയുള്ള പ്രത്യേകത ഉൾക്കൊള്ളുന്നതായ ആ ഹജ്ജ് അതിന്റെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങളെ, ചില ദിവസങ്ങളെ, ചില ആൾക്കാരെ, ചില ഭൂമികളെ, ചില സ്ഥലങ്ങളെ ഒക്കെ ബഹുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതായ സ്ഥലമാണ് വിശുദ്ധ മക്ക, അപ്രകാരം തന്നെ വിശുദ്ധ മദീന എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡോക്ടർ ബൈജാൻ മദീനയിൽ സംസാരിച്ചത്. അപ്പോൾ രണ്ടുപേരും സംസാരിച്ച വിഷയത്തിൽ എന്തുണ്ട്? ഈ ഹജ്ജിനെ കുറിച്ചുള്ളതായ പരാമർശമുണ്ട് എന്ന അർത്ഥത്തിലേക്ക്. യഥാർത്ഥത്തിൽ ഹാജിമാര് കേൾക്കേണ്ടതായ കാര്യമായതുകൊണ്ട്, മക്കയിലും മദീനയിലും ഹാജിമാര് നിറഞ്ഞു കിടക്കുന്ന സന്ദർഭമായതുകൊണ്ട് അതിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക്, അഥവാ ഹജ്ജിന്റെ അമലുകളിലേക്കല്ല, അതിന്റെ പ്രത്യേകതകളിലേക്ക്, അതിന്റെ ബഹുമതിയിലേക്ക്, അതിന്റെ ബഹുമാനത്തിലേക്ക്, അതിൽ നിന്നിട്ട് ഉൾക്കൊള്ളുന്നതായ ദർസുകളിലേക്ക്, പാഠങ്ങളിലേക്കാണ് രണ്ടുപേരും സൂചിപ്പിച്ചത്. മദീന ഇമാം അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ, മക്ക ഇമാം 2 ഖുത്ബയിലും അത് തന്നെയാണ് വിശദീകരിച്ചത്. എന്നാൽ ഈ ഹജ്ജിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ നാമും അറിയേണ്ട ഭാഗമാണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തന്നെ എന്താണ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ദർസ് അത് തഹ്ഖീഖു തൗഹീദാണ് എന്നതാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് അനുഭവത്തിലൂടെ ഹജ്ജ് ചെയ്തവർക്ക് മനസ്സിലാക്കാൻ പറ്റിയതായ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട്, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ഷൈആ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് വിശുദ്ധ കഅബയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കൽപ്പിച്ചതായ സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹു പറയുന്ന ശൈലിയാണ്, ഇന്ന സ്ഥലത്താണ് നിങ്ങൾ കാബം കെട്ടേണ്ടതെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ കെട്ടേണ്ടതായ കാബം, ആ വീട് എന്തിനു വേണ്ടിയാണ്? അത് ശിർക്ക് നിർമ്മാർജ്ജന കേന്ദ്രമായിട്ടാണ് നിങ്ങൾ നിർമ്മിക്കേണ്ടത്. അഥവാ അതിലൂടെ ശിർക്കിനോട് എന്നേക്കും ഇടവാങ്ങേണ്ടതും, ശിർക്ക് ചെയ്യുന്നതിൽ നിന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവര് തൗഹീദിൽ വേറൂന്നി പിടിക്കേണ്ടതും, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും, ആദർശം ക്ലിയറാക്കേണ്ടതും, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തിന്റെ പല ഇനങ്ങളും സമർപ്പിക്കുന്നതായ ആ ജാഹിലിയ്യ സിദ്ധാന്തത്തിനോട് വിടവാങ്ങിയും കൊണ്ട് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വീട്ടിലേക്ക്, അള്ളാഹുവിന്റെ കൽപ്പനയാകുന്നതായ ആ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട്, ആ കൽപ്പനക്ക് വിളിക്ക് മറുപടി നൽകിയും കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിനക്ക് നിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുന്നത്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് ഇതിൽ ആരെയും ഞാൻ പങ്കു ചേർക്കുന്നതല്ല, ആരും കാണാൻ വേണ്ടി ചെയ്യുന്നതല്ല, ആരും അറിയാൻ വേണ്ടി ഞാൻ ഒരാജ്യാണെന്ന് പറയാൻ വേണ്ടി ചെയ്യുന്നതല്ല, ലോകമാന്യത്തിന് വേണ്ടിയല്ല. അപ്രകാരം തന്നെ നിനക്ക് മാത്രമാണ് സർവ്വ ആരാധനകളും സർവ്വ ഇബാദത്തുകളും നിനക്ക് സമർപ്പിക്കപ്പെടുന്നത്. നീയല്ലാതെ ആരാധനകളെ സമർപ്പിക്കാൻ അർഹൻ വേറെ ഇല്ലേ ഇല്ല. ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് പങ്കു ചേർക്കാൻ പങ്കാളികളായിട്ട് ആരും തന്നെ ഇല്ലേ ഇല്ല എന്ന് സമ്മതിച്ചു കൊണ്ടുവരുന്നതായ ഒരു മഹാ ഇബാദത്താണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഹജ്ജിന് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവൻ ശിർക്കിനോട് എന്നേക്കുമായി വിടവാങ്ങേണ്ടതാണ്. വിടവാങ്ങുന്നു. യഥാർത്ഥത്തിൽ അവൻ വിടവാങ്ങാൻ പഠിച്ചിട്ടില്ലെങ്കിലും അവനെ കൊണ്ട് അള്ളാഹ് ചെയ്യിപ്പിക്കുകയാണ്, അവനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുകയാണ്. അവൻ പറയുന്ന വാക്ക് തന്നെ തൗഹീദാണ്, അവൻ പറയുന്ന വാക്ക് തന്നെ ശിർക്കിന് ഘടക വിരുദ്ധമായ തത്വങ്ങളാണ്. അതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതായ ഹാജിയാര് മക്കയിൽ വന്നാൽ, വിശുദ്ധ ഭൂമിയിൽ വന്നാൽ, മശാഇറുകളിൽ വന്നാൽ, അവിടെയും പിന്നെ ഷിയാക്കൾ ഉണ്ടാക്കിയതായ തോന്നിവാസങ്ങളും അനാചാരങ്ങളും, ഷിയാക്കളിലൂടെ നിർമ്മിക്കപ്പെട്ടതായ മൗലൂദുകളോ അല്ലെങ്കിൽ മാലകളോ
ദുആകളോ അനിസ്ലാമിക തറാത്തീലുകളോ ചൊല്ലിയും കൊണ്ട് ആ വിശുദ്ധമായ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുക എന്നത് പലപ്പോഴും നാം കേൾക്കാറും കാണാറുമുണ്ട്. അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് ഹാജിമാർ രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടണം. കാരണം അവർ ചെയ്യാൻ പോകുന്ന ഹജ്ജ് സ്വീകാര്യോഗ്യമാവാൻ അതൊരു നിബന്ധനയാണ്, ബാധ്യതയാണ്. ആ നിബന്ധന അവർ പാലിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അള്ളാഹുവിന്റെ കൽപ്പന തന്നെ ഫലം യർഫത്ത് വലം യഫ്സുഖ് എന്നതാണ്. അവൻ ഫിസ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഫിസ്ക് ചെയ്യാതിരിക്കുക അത് നിബന്ധനയാണ്. അതുപോലെ തന്നെ അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളിലും അറിയപ്പെട്ട ദിവസങ്ങളിലും ചെയ്യുന്നതായ ആ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ഒരാൾ പുണ്യഭൂമിയിലേക്ക് ആ മാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് വേണം? ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ, അവൻ ഹജ്ജിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് പുണ്യഭൂമിയിലേക്ക് ആ ഫർദ് നിർവഹിക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞാൽ ഫലാ റഫസ, അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞതായിട്ട് നിങ്ങളെ ഞാൻ കേൾപ്പിച്ച അതേ വാക്ക് അള്ളാഹു പറയുകയാണ്. അവൻ റഫസ് ചെയ്യാൻ പാടുള്ളതല്ല, ഭാര്യയുമായിട്ട് ബന്ധം പുലർത്താൻ പാടുള്ളതല്ല, ജിമാ ചെയ്യാൻ പാടുള്ളതല്ല. അപ്രകാരം വലാ ഫുസൂഖ, അവന് ഫിസ്ക് ചെയ്യാൻ പാടുള്ളതല്ല. അനിസ്ലാമികമായ എന്ത് തെറ്റാണെങ്കിലും അത് കണ്ണുകൊണ്ടാവട്ടെ, കാതുകൊണ്ടാവട്ടെ, നാക്കുകൊണ്ടാവട്ടെ, ഹൃദയം കൊണ്ടാവട്ടെ, ഏത് രൂപത്തിലാണെങ്കിലും അള്ളാഹു വിരോധിച്ചതായ തെറ്റുകളും പാപങ്ങളും ചെയ്യാൻ പാടുള്ളതല്ല. വലാ ജിദാല ഫിൽ ഹജ്ജ്, അപ്രകാരം തന്നെ അള്ളാഹു പ്രത്യേകം എണ്ണിപ്പറഞ്ഞത് ഹജ്ജിൽ തർക്കിക്കാൻ പാടുള്ളതുമല്ല, ഹജ്ജിൽ ഭിന്നിക്കാൻ പാടുള്ളതല്ല. ഹജ്ജിൽ ഐക്യത്തോടു കൂടി മുസ്ലിങ്ങൾ ജീവിക്കാൻ വേണ്ടി പഠിക്കേണ്ടതാണ്. ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ പഠിക്കേണ്ടതാണ്. എല്ലാ വിഭാഗം അഥവാ പല ഇനങ്ങൾ, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, പല രൂപത്തിൽ ജീവിച്ചവരുണ്ട്, പല ഭക്ഷണ ശൈലി ഉപയോഗിച്ചവരുണ്ട്, പല വസ്ത്രശൈലി ഉപയോഗിച്ചവരുണ്ട്, പല രൂപത്തിലും ജീവിച്ചവരാണ് അവരവരുടെ നാട്ടിൽ. അവരെല്ലാം പല രൂപത്തിൽ ജീവിച്ചവരോട് കൂടി സമ്മേളിച്ചുകൊണ്ട് ഈ ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഐക്യം പഠിക്കുന്നു, ഐക്യം പഠിപ്പിക്കപ്പെടുന്നു അവിടെ വെച്ചിട്ട്. അങ്ങനെയുള്ള ഒരു മഹാ ട്രെയിനിങ് കൂടി അവർക്ക് അതിൽ കൂടി ലഭിക്കുന്നുണ്ട് എന്നതാണ് മക്ക ഇമാം ഊന്നി പറഞ്ഞത്. ഏതായാലും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഞാൻ നിങ്ങളെ കൽപ്പിച്ചതായ ആയത്തിൽ തുടക്കത്തിൽ തന്നെ ഇബ്രാഹിമിനോട് പറഞ്ഞത് എന്താണ്? വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രികി ബി ശൈഅ വതഹിർ ബൈതി ലിത്വാഇഫീന വൽഖായിമീന വറുക്കഇ സുജൂദ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. നിങ്ങൾ എന്ത് വേണം? ഹജ്ജിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കണം. യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. അങ്ങനെ ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരിവിടെ കാൽനടയായിട്ടും വാഹനം കയറിയവരായിട്ടും വരുന്നതാണ്. കാൽനടയായിട്ട് ഹജ്ജ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നും അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരയാത്ര ചെയ്തുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നവരാണെങ്കിൽ അവര് നടന്നിട്ട് പോകുന്നതിനേക്കാളും ഉത്തമമായ രീതി അത് വാഹനം കയറൽ തന്നെയാണ് എന്നുള്ളതായ പഠനാർഹമായ ശൈലികളൊക്കെ ഈ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമായതായ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അങ്ങനെ ലോകമാന്യമില്ലാത്ത രൂപത്തിലും പ്രശസ്തരായി മാറണമെന്ന ലക്ഷ്യമില്ലാത്ത രൂപത്തിലും ആൾക്കാർ കാണണം, ആൾക്കാർ എന്നെ അനുഗമിക്കണം, എന്റെ ബേക്കിൽ അണിനിറക്കണം, എന്റെ ബേക്കിൽ ഒരുമിച്ച് കൂടണം, ഞാൻ പോകുന്ന ഈ പോക്ക് കാണണം എന്നീ ഭൗതികമായ നേട്ടങ്ങൾ ഉദ്ദേശിക്കാതെ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഹജ്ജിന് വേണ്ടി വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ളതായ എല്ലാവരും വിളിച്ചു പറയും ഞാനിത് ഹജ്ജിന് പോവാണെന്ന്. എല്ലാവരുടെ അടുക്കിലേക്ക് പോവുകയും ചെയ്യും. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും അവകാശം കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് മാത്രം അവകാശം കൊടുക്കുക, വീട്ടുക, അല്ലാത്ത പക്ഷം അവരോട് അനുവാദം ചോദിക്കുക എന്നല്ലാതെ എല്ലാവർക്കും അറിയിക്കേണ്ട ആവശ്യമില്ല. അത് നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർ പിൻകാലത്ത് അവർ അറിഞ്ഞോളും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? നിന്റെ ആ പ്രവർത്തനത്തിലൂടെ ലോകമാന്യമില്ലാതിരിക്കാൻ വേണ്ടിയാണ് നീ പരിശ്രമിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഹജ്ജത്തുൽ ലാ റിയാ ഫീഹി, റിയാ ഇല്ലാത്തതായ ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് താഴ്മയോടുകൂടിയുള്ളതായ അവരുടെ വാഹനത്തിന്റെ മീതെ അവർ കയറിയിരുന്നത് എന്നതാണ് നാം പഠിച്ചത്, ഹദീസ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഹജ്ജിലൂടെ ആത്മീയമായി വളരാനുള്ളതായ മഹാതർബിയത്ത് അള്ളാഹുലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹജ്ജ് ചെയ്യുന്നവർക്ക്, ഉംറ ചെയ്യുന്നവർക്ക് ആ തർബിയത്ത് വാസ്തവത്തിൽ അവൻ മരണം വരെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായ, അവൻ അത് ഉൾക്കൊള്ളേണ്ടതായ, അതിലൂടെ മറ്റുള്ളവർക്ക് പാഠമായി മാറേണ്ടതായ മഹാതർബിയത്താണ്. ആ തർബിയത്ത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവനെ കണ്ടിട്ട് ജനങ്ങൾ പഠിക്കേണ്ടതും, മക്കയിൽ പോയവൻ, മദീനയിൽ പോയവൻ, ഹജ്ജ് ചെയ്തവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച കഅബയെ ചുറ്റിയവൻ, അങ്ങനെയുള്ള മനുഷ്യനാണ് ഇവൻ. അതുകൊണ്ട് ഇവനെ എനിക്ക് മാതൃകയാക്കാമെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന രൂപത്തിലുള്ള ആളായി മാറേണ്ടതാണ് ഹാജിമാർ യഥാർത്ഥത്തിൽ ഹജ്ജിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ. അത് വിശ്വാസപരമായ കാര്യത്തിലും ആദർശപരമായ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു ജനങ്ങളുമായിട്ടുള്ളതായ ഇടകലറിലും പെരുമാറ്റത്തിലും മുആമലയിലും എല്ലാം അവന്റെ ജീവിതം ഹാജീകരിക്കേണ്ടതാണ്, മക്കീകരിക്കേണ്ടതാണ്. മഹാത്മാക്കളുമായിട്ടുള്ളതായ ബന്ധം അവൻ ഉണ്ടായി, അഥവാ മഹാത്മാക്കൾ ചെയ്തതായ അമലുകൾ അവൻ ചെയ്തു, നബിമാർ ചെയ്തതായ അമലുകൾ അവൻ ചെയ്തു മക്കയിലൂടെ. അപ്രകാരം തന്നെ നബിമാർ പ്രവർത്തിച്ചതായ പ്രവർത്തനങ്ങൾ അവരിലൂടെ ഉണ്ടായി ഹാജിമാരിലൂടെ എന്നതൊക്കെ അവന്റെ പ്രവർത്തനം കുറിക്കണം, അവന്റെ
അവന്റെ ജീവിതം കുറിക്കണം, അവന്റെ പെരുമാറ്റം കുറിക്കണം. അതാണ് യഥാർത്ഥത്തിൽ തർബിയത്തിലൂടെ നേടുന്നത്. ഹജ്ജ് കഴിഞ്ഞാൽ ആ ഹജ്ജിൽ സംഭവിക്കുന്നതായ ആ തഖ്വ മരണം വരെ നിലനിൽക്കേണ്ടതായ കടുകട്ടിയുള്ളതായ തഖ്വയായി മാറേണ്ടതാണ്. അതിന് നാം അഥവാ ഹാജിമാർ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുമാണ്. എന്നാൽ ഈ വിശുദ്ധ ഹജ്ജിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി മക്ക ഇമാം പറയുകയുണ്ടായി, ഐക്യമാണ് പിന്നെ മുസ്ലിങ്ങൾ പഠിക്കുന്നത്. അനൈക്യം പാടുള്ളതല്ല, ഭിന്നിക്കാൻ പാടുള്ളതല്ല, ഗ്രൂപ്പീസം ഉണ്ടാക്കാൻ പാടുള്ളതല്ല. ഏകോദര സഹോദരന്മാരായി ഒരേ വിശ്വാസത്തിന്റെ ഒരേ ആദർശത്തിന്റെ പിന്നിൽ അവൻ ജീവിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. ആദർശത്തിൽ മുസ്ലിങ്ങളെ ഏകീകരിക്കണം. ആദർശത്തിൽ ഏകീകരിക്കുന്നതായ ജനാവലിയെ നാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് മഹാശക്തിയായി മാറുന്നു. ആ ശക്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ മറുവശത്തിന് നമ്മുടെ ഹൈബത്ത് കാണുമ്പോൾ, നമ്മുടെ ഐക്യം കാണുമ്പോൾ അവര് നമ്മെ ആദരിക്കുന്നു, നമ്മെ ബഹുമാനിക്കുന്നു. നമ്മെ ചിഹ്ന ഭിന്നമാക്കാനോ നമ്മോട് എതിർക്കാനോ നമ്മെ ആക്ഷേപിക്കാനോ നമ്മുടെ നേതാക്കളെ തെറി പറയാനോ ഇസ്ലാമിനെ ആക്ഷേപിക്കാനോ ഇസ്ലാമിനെ തെറി പറയാനോ അവർ മനക്കെടുന്നതല്ല. അതൊക്കെ നാം നിൽക്കേണ്ടടുത്ത് നാം നിന്നാലെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആ ഐക്യത്തോടു കൂടി ആ മക്ക പഠിപ്പിക്കുന്ന, ആ ഹജ്ജ് പഠിപ്പിക്കുന്ന, ആ അറഫ പഠിപ്പിക്കുന്ന, ആ മശാഇറുകൾ ആ സകലം പഠിപ്പിക്കുന്നതായ ആ ഐക്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹാജിമാര് പോകേണ്ടത്. അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതായ ആദ്യത്തെ പഠനം. അതെന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിലൂടെ തൗഹീദ് പഠിക്കുന്നു. അല്ലാഹു അല്ലാത്ത മറ്റുള്ളതായ ഷിട്ടികളെ മഹാത്മാക്കളാണെങ്കിൽ സാലിഹ്യങ്ങളാണെങ്കിൽ അവരെ ബഹുമാനിക്കലും ആദരിക്കലും അവരെ അനുകരിക്കലും അനുസരിക്കലും നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ അവരെ നാം എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? ബഹുമാനത്തിൽ അതിന് വിട്ട് കടന്നു പോകാൻ പാടുള്ളതല്ല, അവരെ പൂജിക്കാൻ പാടുള്ളതല്ല, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല, അവർക്ക് നേർച്ചയാക്കാൻ പാടുള്ളതല്ല, അവർക്ക് അറക്കാൻ പാടുള്ളതല്ല, അവരോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചോദിക്കാൻ പാടുള്ളതല്ല. അതെല്ലാം അള്ളാഹുവിനോട് മാത്രമുള്ളതാണ് എന്നതായ ആ തൗഹീദിന്റെ മജ്ജയാകുന്ന പ്രധാന ഭാഗമാണ് ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാർക്ക് പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ടും മുക്കിൽ നിന്നിട്ടും മൂലയിൽ നിന്നിട്ടും മുസ്ലിങ്ങളിൽ നിന്നിട്ട് കഴിവുള്ള കൽപ്പുള്ള തലമുതിർന്നതായ മുസ്ലിം നേതാക്കളെ കൊള്ളുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലം പ്രതി നാട്ടിലേക്ക് ക്ഷണിച്ച് വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയാണ്. ഈ മഹാപാഠങ്ങൾ അവരിലൂടെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ദർസ് പഠിപ്പിച്ചതിന് ശേഷം ആ ദർസിലൂടെ ഹജ്ജിന് വേണ്ടി വരാൻ സാധിക്കാത്തവരായിരിക്കും ബഹുഭൂരിപക്ഷം. ലോകത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്, കഴിവില്ലാത്തവരാണ്. അപ്പോൾ ഇവിടെ വരാൻ സാധിക്കാത്തതായ വിഭാഗത്തിന് ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വന്നു പോകുന്നവര് മാതൃകയുള്ളവരായി മാറണം എന്നതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അതിനു വേണ്ടി ആ ഇസ്ലാമിന്റെ തലസ്ഥാന നഗരമാകുന്ന ആ ക്യാപിറ്റലുകളിലേക്ക് നേതൃത്വങ്ങൾ വരാൻ വേണ്ടിയും കാബയെ കറങ്ങാൻ വേണ്ടിയും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയും ആ അറഫയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടിയും അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. അങ്ങനെ വന്നു പോകുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് എന്നതായിരുന്നു മക്ക ഇമാമും അതുപോലെ തന്നെ ഖുതുബയുടെ തുടക്കത്തിൽ മദീന ഇമാമും ഊതി പറഞ്ഞത്. മദീന ഇമാമ് ഹജ്ജിന്റെ പ്രത്യേകതയെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഹാജിമാരോട് പറയുകയുണ്ടായി, അറുല്ലാഹ ഫി അൻഫുസികും ഖൈറാ, നിങ്ങൾ അല്ലാഹുവിന് ഖൈറിനെ കാണിച്ചു കൊടുക്കുക. അത് മക്ക ഇമാമും പറഞ്ഞ ശൈലിയിൽപ്പെട്ടതാണ്. അത് അല്ലാഹു തന്നെ ഖുർആൻ പറയുന്ന വാക്കാണ്, തസവ്വദൂ, നിങ്ങൾ സമ്പാദിക്കുക. നിങ്ങൾ നന്നായിട്ട് സമ്പാദിക്കാൻ വേണ്ടി ഈ ടൈം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അഥവാ ഈ സീസൺ പോലത്തതായ സീസൺ ഇനി നിങ്ങൾക്ക് ലഭിച്ചോളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതായ ആ ചാൻസ് ശരിക്കും അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹുലേക്ക് അടുക്കാൻ, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ, ഹജ്ജിലുള്ളതായ ആ സൽക്കർമ്മങ്ങൾ അത് പരിപൂർണമാക്കി ചെയ്യാൻ, അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ നിങ്ങൾ പാടുപെടുക, നിങ്ങൾ കഷ്ടപ്പെടുക. എന്നിട്ട് പുണ്യഭൂമിയിലേക്ക് വരുമ്പോൾ ആ ഭൂമിയുടെ ബഹുമതിയും ബഹുമാനങ്ങളും മനസ്സിലാക്കുക. ലോകത്തിൽ ഭൂമിയുടെ മീതെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ഭൂമികളിൽ പെട്ടതാണ് നിങ്ങളിപ്പോൾ വന്നിട്ടുള്ളതായ ഭൂമി എന്ന് ഹാജിമാരോട് മദീന ഇമാം പ്രത്യേകം അതുപോലെ തന്നെ മക്ക ഇമാമും ഉണർത്തുകയുണ്ടായി. ഈ പുണ്യഭൂമിയിലേക്ക് അഥവാ മക്കയിലേക്ക് അപ്രകാരം മദീനയിലുള്ളവരോട് മദീനയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ഭൂമിയുടെ പ്രത്യേകത, ഈ ഭൂമി ലോകത്ത് ഓതുന്നതായ കഥകൾ എല്ലാം അവർ പഠിക്കേണ്ടതായ പാഠങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സെലക്ട് ചെയ്തതാണ്, നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. നിങ്ങൾക്കൊരു പ്രത്യേകത നിങ്ങൾക്ക് പറയാനില്ല, പക്ഷെ അള്ളാഹു നിങ്ങളെ സെലക്ട് ചെയ്തു എന്നതാണ്. എന്തിനു വേണ്ടി? ഹജ്ജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം നിറവേറ്റിയും കൊണ്ടാണ് നിങ്ങൾ പോകാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് എന്ന് ഇന്ന് പ്രത്യേകിച്ച് മക്ക ഇമാം ഊന്നി പറയുകയും അപ്രകാരം തന്നെ മദീന ഇമാം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണർത്തുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം മദീനയെ കുറിച്ചും കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ മദീന അഥവാ മദീനയിലും ഹാജിമാർ നിറഞ്ഞു കിടക്കുകയാണല്ലോ. മദീനയുള്ളതായ ഹാജിമാരോട് നിങ്ങൾ ഈ വന്നതായ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച മക്ക പോലത്തതായ ആ ഹറമായ ഒരു ഭൂമി കൂടിയാണ്, പവിത്രതയുള്ള ഭൂമി കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയെ കുറിച്ച് പ്രഖ്യാപിച്ചത് മക്കയെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഹറമാക്കി പ്രഖ്യാപിച്ചു. അള്ളാഹിന്റെ കൽപ്പന
അനുസരിച്ച് അതുപോലെ ഇതാ ഞാൻ ഈ ഭൂമിയെ ഹറമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മദീനയുടെ പ്രത്യേകതയെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ മദീനയിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെക്കുറിച്ച് മദീന ഇമാം ഉണർത്തുകയും ഉണ്ടായി. മൻ അഹദത ഫീഹാ ഹദസൻ, ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയെക്കുറിച്ച് റസൂൽ പറഞ്ഞതായ ഭാഗങ്ങളിൽ പെട്ടതാണ് അതിന്റെ പവിത്രതയായിട്ട്, അതിന്റെ ബഹുമതിയായിട്ട്, അതിന്റെ ബഹുമാനമായിട്ട് ആരെങ്കിലും ഇവിടെ വെച്ചിട്ട് ഇസ്ലാമിലില്ലാത്തതായ ഹദസ് ചെയ്താൽ അത് വരുന്നവർക്കും അല്ലാത്തവർക്കും പാഠമാണ്. എന്ത് ഹദസ് ഇസ്ലാം അനുവദിക്കാത്തതാണ്, അഥവാ ബിദ്അത്ത്, ഇതിലില്ലാത്ത അനാചാരം, അള്ളാഹ് പഠിപ്പിക്കാത്തതായ, റസൂൽ പറയാത്തതായ, റസൂൽ ചെയ്യാത്തതായ, സലഫ് സാലിഹ്യങ്ങൾ ചെയ്യാത്തതായ ഏത് അമലുകൾ, അത് ആദർശപരമായ കാര്യങ്ങളാവട്ടെ പ്രവർത്തനങ്ങളാവട്ടെ, ഒന്നും തന്നെ ഇവിടെ ബിദ്അത്തിന്റെ ഇനങ്ങളിൽ പെടുന്നത് ഒന്നും തന്നെ ദീനിലില്ലാത്ത, ഇസ്ലാമിലില്ലാത്ത പ്രമാണങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതായ ഒരു അമലുകളും ചെയ്യാൻ പാടുള്ളതല്ല. ഒരു സത്യവിശ്വാസി ലോകത്ത് എവിടെ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ആദർശത്തെ സംരക്ഷിക്കാൻ അനിവാര്യമാണത്. അതുപോലെ മദീനയിൽ വന്നവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഭാഗത്തെ മദീന ഇമാം ഉണർത്തുകയുണ്ടായി. മൻ അഹദത ഫീഹാ ഹദസൻ, ഈ ദീനിലില്ലാത്ത വല്ലതും ഈ മദീനയിൽ വെച്ചിട്ട് ഒരാൾ കാട്ടിയാൽ, ഔ ആവാ മുഹദിസൻ, അങ്ങനെ കാട്ടുന്നവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ, വൽ മലായിക, മലക്കുകളുടെ ശാപമുണ്ടാവട്ടെ, വന്നാസി അജ്മഈൻ, ആ സകലം ജനങ്ങളുടെയും ശാപമുണ്ടാവട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗത്തെ ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. ഏതായാലും നിങ്ങൾ ഹാജിമാര് മനസ്സിലാക്കേണ്ടതായ ഭാഗം, ഈ മദീനയുടെ പ്രത്യേകത, മദീനയിൽ വന്നു പോകുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ അവന്റെ ജീവിതം അവൻ ആ സകലം ഇനി മദീനീകരിക്കാൻ വേണ്ടിയാണ് പാടുപെടേണ്ടത്. സ്വർഗത്തോപ്പീകരിക്കുവാനും മദീനീകരിക്കുവാനും മുഹാജിരീകരിക്കുവാനും അൻസാരീകരിക്കുവാനും പരിശ്രമിക്കണമെന്ന് ഞാൻ സാധാരണ എന്റെ ക്ലാസ്സിൽ പറയാറുള്ളതായ ശൈലിയാണ്. ഹാജിമാരോടും ഉംറക്കാരോടും സിയാറത്ത് ചെയ്യാൻ വേണ്ടി വിശുദ്ധ മസ്ജിദുൻ നബവിയിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മഹാ ഖബർ അന്ത്യവിഷമങ്ങളുള്ളതായ ഭാഗത്തിലേക്കൊക്കെ വന്നിട്ട് പോകുന്ന മനുഷ്യന്മാർ, പോകുന്നതായ ജനങ്ങൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ ജീവിതത്തിൽ ഈ ഭൂമിയുമായുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കണം. അഥവാ ആ ആദർശത്തെ ക്ലിയർ ആക്കിയും കൊണ്ട് ബിദ്അത്ത് ചെയ്യാത്ത, അനാചാരം ചെയ്യാത്ത, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഖബറിന്റെ പേരിലും അനാചാരങ്ങളും തോന്നിവാസങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന യുഗങ്ങളാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമങ്ങളുള്ളതായ സ്ഥലത്ത് ഒരു പ്രത്യേക ഉറൂസോ, ഒരു പ്രത്യേക നേർച്ചയോ, ഒരു പ്രത്യേക പൂരങ്ങളോ ഒന്നും തന്നെ അനിസ്ലാമികമായി നടക്കാറില്ല. അങ്ങനെ ഉണ്ടാവരുത് എന്ന് റസൂലുള്ളാഹി പണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് എന്റെ ഖബറിനെ നീ മാറ്റരുതേ റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഒരു നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ തന്നെ മറഞ്ഞതായി മാറുകയും ചെയ്തു. ജനങ്ങൾ അനിസ്ലാമികവും അനാചാരവും കാട്ടാതിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം, അല്ലാഹു അലം. ഏതായാലും അങ്ങനെയുള്ള നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ലോകത്തിൽ ആ സകലം കണ്ടുകൊണ്ടേ ഇരിക്കുന്ന, വ്യാപകമായി കൊണ്ടേ ഇരിക്കുന്ന അനാചാരങ്ങളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ ഇല്ലാത്തതായി കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച ഷെട്ടിയാണല്ലോ. അങ്ങനെയുള്ള ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിടവാങ്ങുന്നതായ സന്ദർഭത്തിൽ അങ്ങനെയുള്ള അപകടങ്ങൾ മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ല, ബിദ്അത്തുകൾ ചെയ്യാൻ പാടില്ല, അനാചാരങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഫാത്തായത് കൊണ്ട് തന്നെ അള്ളാഹു അവരുടെ ഖബറിനെ സംരക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഹ്വാനത്തെ ഇവിടെ നിലനിർത്തുകയും ചെയ്തു. ആ ആഹ്വാനം ഇവിടെ വരുന്നവരെല്ലാം ഓർക്കുന്നു, സ്മരിക്കുന്നു. പക്ഷേ അത് നടപ്പാക്കുന്നവരാര് എന്നതാണ് ഇവിടെ ചോദ്യം. അതുകൊണ്ട് ഇവിടെ വന്ന് പോകുമ്പോൾ അത്തരം ആഹ്വാനങ്ങളെയെല്ലാം ജീവിതത്തിൽ നടപ്പാക്കാൻ, നാട്ടുകാരിൽ നടപ്പാക്കാൻ, പരിസരത്തിൽ നടപ്പാക്കാൻ പരിശ്രമിക്കേണ്ടതും അനാചാരങ്ങളോടും തോന്നുവാസങ്ങളോടും അനിസ്ലാമികത്വത്തോടും എന്നേക്കുമായിട്ട് വിടവാങ്ങാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും. മദീനത്തുള്ളതായ 10,000 പേര് സഹാബാക്കൾ ഖബറടക്കപ്പെടുന്നതായ ഖബർസ്ഥാനത്തിൽ പോയിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് സലാം പറയുമ്പോൾ ഈ മഹാ സഹാബാക്കൾ, നമ്മുടെ നാട്ടിലൊക്കെ സഹാബാക്കളുടെ ഖബറുകളില്ല, ഇവിടെ 1, 2 ആയിരക്കണക്കിൽ സഹാബാക്കളുടെ ഖബറുകളാണ്. ഈ സഹാബാക്കൾ നിന്നിട്ട് പലരും റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ച, ആദരിച്ച, സ്വർഗ്ഗത്തെ ടിക്കറ്റ് നൽകിയവരിൽ നിന്നിട്ട് ചിലരും അവിടെയുണ്ട്. അവരുടെ എല്ലാം ഖബറ് താഴ്മയോടുകൂടെയുള്ള ഖബറുകളാണ്, മണലിൽ മാത്രമാണ്, കെട്ടിപ്പൊക്കപ്പെട്ടതല്ല. അതൊക്കെ അല്ലാഹു റസൂലിന്റെ കൽപ്പനയുടെ ശൈലിയാണ്. ആ ശൈലി ഇവിടെ നടപ്പാക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഖബറുകളെല്ലാം സന്ദർശിച്ചു പോകുമ്പോൾ ഖബറുകളെ വലിയ വലിയ ഡാമുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ അനാചാരങ്ങൾ ചെയ്തുകൊണ്ട് റസൂൽ കൽപ്പിച്ചതായ ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഖബറാളികളോട് സലാം പറയുക, ഖബറാളികളുടെ അടുക്കൽ ചെന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് അതിൽ നിന്നിട്ട് പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നതിൽ അപ്പുറം നമ്മുടെ ഇഷ്ടാനുസരണം അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയാക്കുകയും അവർക്ക് വേണ്ടി അറക്കുകയും
നടത്തുകയും അവരുടെ പേരിൽ ഉത്സവങ്ങളും ഉറൂസുകളും ആനപ്പോക്കുകളും സന്തലപ്പോക്കുകളും നടത്തുകയും ചെയ്യപ്പെടുന്നതായ അനിസ്ലാമിക ചിന്താഗതികളാണ് ഇസ്ലാമിന്റെ പേരിൽ ലോകത്തിൽ ആസകല വ്യാപകമായി കൊണ്ടേ ഇരിക്കുന്നത്. അതിനെല്ലാം അറുതി വരുത്താനുള്ളതായ മഹാപാഠമാണ്, പഠനാർഹമായ ഭാഗമാണ് മദീന സന്ദർശിക്കുന്നതായ ഹാജിമാർ ഉൾക്കൊള്ളുന്നത്. അതെല്ലാം ഇവിടെ നിന്ന് ഉൾക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ പതുക്കെ പതുക്കെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ നടപ്പാക്കാൻ വേണ്ടി യുക്തിയുക്തം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഞാൻ ഉണർത്തുന്നു. എനിക്ക് എന്റെ നാട്ടിനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് മദീന ഇമാമും മദീനയുടെ പ്രത്യേകത പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഉൾക്കൊള്ളുന്നതായ ഭാഗങ്ങൾ ഉൾക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞതിന് ശേഷം മക്ക ഇമാമും മദീന ഇമാമും അവരുടെ ഖുതുബയുടെ അവസാനത്തിൽ ഹജ്ജിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കാത്തവരെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ രണ്ടുപേരും പറഞ്ഞതായ ഭാഗമാണ് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം ഇതാ നമ്മളിലേക്ക് ആസന്നമാവാൻ പോവുകയാണ്. ഉദ്ഹിയ അറക്കാൻ ഉദ്ദേശിക്കുന്ന ആരുണ്ടെങ്കിലും, ആരാണ് ഉദ്ഹിയ അറക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരെല്ലാം അവരുടെ അറക്കാൻ ഉദ്ദേശിക്കുന്ന വിഭാഗം ആ നേതൃത്വം മാത്രം, എല്ലാവരുമല്ല, ആ നേതൃത്വം മാത്രം എന്ത് വേണം, അവരുടെ മുടിയെ വെട്ടരുത്, അവരുടെ നഖത്തെ മുറിക്കരുത്, അവര് ഹാജിമാരോട് കൂറ് കാട്ടാൻ വേണ്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹാജിമാർ അങ്ങനെയാണല്ലോ ഹജ്ജ് സീസണിൽ ഹജ്ജിന് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ കാട്ടുന്നത്. അങ്ങനെയുള്ളതായ ആ പ്രവർത്തനം ഉദ്ഹിയ അറക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യണം. ചിലർ അത് നിർബന്ധമാണെന്ന് പറഞ്ഞു, ചിലർ അത് മുടുക്കാക്കപ്പെട്ട സുന്നത്താണെന്ന് പറഞ്ഞു. ഏതായാലും അത് അറിഞ്ഞവർ എപ്പോഴാണ് തീരുമാനിക്കുന്നത് ഉദ്ഹിയ അറക്കാൻ, അന്നു മുതൽ അവൻ അത് ചെയ്യരുത് എന്നത് പ്രത്യേകം ഞാൻ ഉണർത്തുകയാണ്. അപ്രകാരം ദുൽഹജ്ജ് മാസം 10 ദിവസം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളതായ ദിവസങ്ങൾ വേറെ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ അല്ലാഹു നമുക്ക് അറിയിച്ചതായ ആ ഭാഗം ഇവിടെ സ്മരണീയമാണ്. അല്ലാഹു പറയുന്നു ഖുർആനിൽ വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 രാത്രികളെ പിടിച്ച് അല്ലാഹു സത്യവചനം ചെയ്യുകയാണ്. അതുകൊണ്ട് വിവക്ഷ അത് ദുൽഹജ്ജ് മാസത്തിലുള്ളതായ ആദ്യത്തെ 10 എന്നാണ്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹിന്റെ നാവിലൂടെ നമുക്ക് വഹിയിലൂടെ ഇറങ്ങിയതായ ഭാഗമാണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹിന്ന അല്ലെങ്കിൽ ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമൽ അശ്ർ. قالوا يا رسول الله ولا الجهاد في سبيل الله قال ولا الجهاد في سبيل الله إلا رجل خرج بنفسه وماله فلم يرجع من ذلك بشيء. എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? ഒരു ദിവസവും ഇല്ല അല്ലാഹുവിന്റെ ദിവസങ്ങളിൽ അൽ അമലു സാലിഹു ഫീഹിന്ന, ആ ദിവസങ്ങളിൽ അമൽ ചെയ്താൽ അതുപോലെയുള്ള പ്രതിഫലം അല്ലാഹുവിന് ഇഷ്ടമുള്ളതായ അമലാക്കി മാറ്റാൻ വേറെ ഏത് ദിവസത്തിലും സാധിക്കുന്നതേ അല്ല. ഈ ദിവസങ്ങളിൽ ഒഴിച്ച് ഏതൊക്കെയാണ് ആ ദിവസം? ദുൽഹജ്ജ് മാസം 10 ദിവസങ്ങൾ. എന്നിട്ട് ചോദിക്കപ്പെട്ടു സഹാബാക്കൾ ഈ പ്രത്യേകത പറയുമ്പോൾ, ആ പ്രത്യേകത കൂട്ടത്തിൽ ഒരു അമലിനുമില്ല എന്ന് പറയുമ്പോൾ ജിഹാദിനുമില്ല എന്ന് ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിക്കുന്നു, വലൽ ജിഹാദ് ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ വഴിയിൽ പോരാടിയാലും ആ പ്രതിഫലം കിട്ടൂലേ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു നൽകുന്നു, വലൽ ജിഹാദ് ഫീ സബീലില്ലാ, ജിഹാദിനും ആ പ്രത്യേകത കിട്ടുന്നതല്ല, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജഅ മിൻ ദാലിക ബിശൈ, ഒരു മനുഷ്യൻ അവന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന് വേണ്ടി പോരാടാൻ വേണ്ടി പോർക്കളത്തിലേക്ക് ചെന്ന് ശരീരവുമില്ല സമ്പത്തുമില്ല എല്ലാം അല്ലാഹുവിന് സമർപ്പിച്ചു, അങ്ങനെയുള്ള ആ പ്രത്യേകത ലഭിക്കുകയില്ല. അപ്പോൾ അതുവരെയുള്ളതായ പ്രത്യേകത ഈ അമൽ സാലിഹാത്തിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏത് അമൽ സാലിഹാത്ത് ചെയ്താലും അതിന് ഈ ദിവസങ്ങളിൽ പ്രത്യേകതയുണ്ട് എന്ന തത്വം അനുസരിച്ചിട്ട് നോമ്പ് പിടിക്കുന്നവർക്ക് നോമ്പ് പിടിക്കാം, നമസ്കാരം വർദ്ധിപ്പിക്കുന്നവർക്ക് നമസ്കാരം വർദ്ധിപ്പിക്കാം. ആ നമസ്കാരം പ്രത്യേകിച്ച് രാത്രി നമസ്കാരമാക്കി മാറ്റുക. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖുർആൻ പാരായണം ചെയ്യാം. അതുപോലെ തന്നെ ഹദീസുകളിൽ വന്നതുപോലെ തഹ്ലീലുകളും തക്ബീറുകളും തഹ്മീദുകളൊക്കെ വർദ്ധിപ്പിക്കുക. സഹാബാക്കളൊക്കെ ആ ദിവസങ്ങളിൽ പുറത്തിറങ്ങിക്കൊണ്ട് ഉച്ചത്തിൽ തക്ബീർ ചെല്ലാറുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ നാമും തക്ബീർ ചെല്ലുക, അതുപോലെ തഹ്ലീൽ ചെല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്തുതിഗോത്രങ്ങൾ ചെയ്യുക. അതൊക്കെ ആ ദിവസങ്ങൾ ചെയ്യേണ്ടതാണ്. അടുത്ത ആഴ്ചയിലുള്ളതായ ക്ലാസ് നാം കേൾക്കുമ്പോൾ മറ്റേ മുഖയ്യദായ തക്ബീർ, അതുപോലെ തന്നെ മുത്തലഖായ തക്ബീർ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ അറിയേണ്ടതായ കാര്യം, ദുൽഹജ്ജ് മാസം 1-ാം തീയതി വരുന്നതിന് മുമ്പായിട്ട് അറിയേണ്ട കാര്യം ഇതിലുള്ളത് കൊണ്ടായിരിക്കാം 2 ഇമാമുകളും ഉണർത്താൻ കാരണം. ഉദ്ഹിയ അറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവര് 1-ാം ദിവസം മുതൽക്ക് തന്നെ അവൻ മുടി വെട്ടാതിരിക്കുവാനും നഖം വെട്ടാതിരിക്കുവാനും വേണ്ടി പരിശ്രമിക്കണം എന്നതായ ഭാഗം.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വീകാര്യമായ ഹജ്ജ് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവർ ചെയ്യുന്നതായ ഹജ്ജിലെല്ലാം വരുന്നതായ പ്രയാസങ്ങളെ ദൂരമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസമില്ലാത്ത വിഷമമില്ലാത്ത രൂപത്തിലുള്ളതായ ഹജ്ജ് ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങി പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരാൾ ഹജ്ജിന് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക്, അള്ളാഹുവിന്റെ പുണ്യഭൂമിയിലേക്ക് വരിക എന്നതാണ്. അവൻ അതിലൂടെ അള്ളാഹു നേർക്ക് നേരെ അറഫയിൽ അവന്റെ ദാത്തിനോട്, അളമത്തിനോട്, ജലാലിനോട് യോജിക്കുന്ന രൂപത്തിൽ അവൻ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്നതും എന്നിട്ട് അറഫയിൽ സമ്മേളിച്ചവരെ നോക്കിയിട്ട് അവൻ അഭിമാനിക്കുന്നതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോട്? മലക്കളോട്, കണ്ടില്ലേ എന്റെ ഷെട്ടികൾ ഇവിടെ വന്ന് ഒരുമിച്ച് കൂടിയതായ ഈ മഹാസമ്മേളനം, അതുകൊണ്ട് ഞാൻ അവർക്ക് ഇതാ പുറത്തു കൊടുത്തിരിക്കുകയാണ് എന്ന പ്രഖ്യാപനം നൽകുന്നതായ ദിവസമാണ് അത്. ഇതൊക്കെ പലപ്പോഴും ഇവൻ പറഞ്ഞതാണെങ്കിലും ഹാജിമാർ ഇപ്പോൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ശബ്ദം ഭാവിയിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവര് ഹജ്ജിന് മുമ്പായിട്ട് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആ പ്രത്യേകത മനസ്സിലാക്കി വിശുദ്ധ അറഫയിൽ വെച്ചിട്ട് അവര് അള്ളാഹുവിനെ സ്മരിക്കാൻ, അള്ളാഹുവിനെ ഓർക്കാൻ, തഹ്ലീൽ ചെല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിവസത്തിൽ, പ്രത്യേകിച്ച് അറഫ ദിവസത്തിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. ഹഫ്സ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ദുൽഹജ്ജ് മാസം 9-ാം ദിവസത്തിൽ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹജ്ജ് മാസം 9-ാം ദിവസം, അഥവാ നിലാവ് കാണുന്നതനുസരിച്ചിട്ട് ഓരോ നാട്ടിലുമുള്ള 9-ാം ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചതുപോലെ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. ആ നോമ്പ് സുന്നത്ത് ഹാജിമാരല്ലാത്തവർക്കാണ്. ഹാജിമാർക്ക് നോമ്പ് എന്തില്ല? സുന്നത്തില്ല. അവർക്ക് അതിനേക്കാളും വലിയ അമലാകുന്ന മഹാപ്രാർത്ഥന, മഹാ ആരാധന അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അറഫയിൽ വെച്ച് 6 മണിക്കൂർ പ്രാർത്ഥനയിൽ മുഴുകുന്ന സന്ദർഭമാണ്. അവിടെ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കട്ടെ, അപ്രകാരം സ്വന്തം നഫ്സിന് വേണ്ടി അവർ പ്രാർത്ഥിക്കട്ടെ. അവർക്ക് തഖ്വയിൽ ഉറച്ചു നിൽക്കാനും തൗഹീദിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും അള്ളാഹുവിനോട് മാത്രം ആരാധിക്കുന്നവരായി മാറുവാനും അതിന് വിപരീതമായി ലോകത്തിൽ വ്യാപകമായി കിടക്കുന്ന ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നതായ ആ ശിർക്കും ആ ബിദ്അത്തും ആ അനാചാരങ്ങളും അതിനോട് എന്നേക്കുമായി വിടവാങ്ങുവാനുമുള്ളതായ തൗഫീഖിന് വേണ്ടി അവര് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതെല്ലാം അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ നിന്നിട്ട് പല പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതായ സുഹൃത്തുക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അപ്രകാരം തന്നെ മുസ്ലിങ്ങൾക്ക് അന്തസ്സുള്ള ജീവിതം, അഭിമാനമുള്ള ജീവിതം, അറഫ പഠിപ്പിക്കുന്ന, പുണ്യഭൂമി പഠിപ്പിക്കുന്ന ഐക്യത്തോടു കൂടിയുള്ളതായ ജീവിതം ജീവിക്കാനുള്ളതായ ആ തൗഫീഖും അതിനുള്ളതായ സൗകര്യങ്ങളും ചുറ്റുപാടുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു കൽപ്പിച്ചതായ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് ഈ ദിവസങ്ങളിൽ, അഥവാ ദുൽഹജ്ജ് മാസം 10-ൽ പ്രത്യേകമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ളതായ ആ ഒരുക്കവും തയ്യാറെടുപ്പും അതിനുള്ളതായ തൗഫീഖും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.